ഹലോ ഫ്രണ്ട്സ്, ഈ ലവ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ഡ്രാമാസ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഭൂമിക്ക് പുറത്ത് ഒരു സ്പേസ് സ്റ്റേഷനിൽ വെച്ചിട്ടുള്ള ലവ് സ്റ്റോറി ആയാലോ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അല്ലേ? കൊറിയക്കാര് ഭൂമിയുടെ പുറത്ത് ഒരു സ്പേസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതും ആസ്ട്രോണൻസിന്റെ കൂടെ ഒരു ടൂറിസ്റ്റും ഉണ്ടായിരിക്കും, നമ്മുടെ നായകൻ. അങ്ങനെ ഈ ആസ്ട്രോണന്റും ഈ ടൂറിസ്റ്റ് ആയിട്ട് പോയിട്ടുള്ള നമ്മുടെ നായകനും തമ്മിലുള്ള രസകരമായ ഇന്ററാക്ഷൻസിലൂടെയാണ് ഈ ഒരു സ്റ്റോറി കടന്നു പോകുന്നത്. ജാനുവരി റിലീസ് ചെയ്തിട്ടുള്ള ഓൺ എയർ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ലീ മിൻഹോ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രാമയ്ക്ക് അത്യാവശ്യം ഹൈപ്പ് ഉണ്ട്. ഞാൻ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കൊറിയക്കാര് എർത്തിന് പുറത്തൊരു സ്പേസ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങോട്ട് രണ്ട് ആസ്ട്രോണന്റും അതുപോലെ നമ്മുടെ ടൂറിസ്റ്റ് ആയിട്ട് നായകനും പോകുന്നുണ്ട്. സോ കസക്സ്ഥാൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് കേട്ടോ ഇവരിത് ലോഞ്ച് ചെയ്യുന്നത്. ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് GO-10 സിസ്റ്റം എന്നാണ്. റോക്കറ്റിൽ റെഡി ആയിട്ട് നമ്മുടെ നായിക ഇരിക്കുന്നുണ്ടായിരിക്കും. അങ്ങോട്ടാണ് നമ്മുടെ നായകൻ വരുന്നത്. നായികയുടെ പേര് ഈവ് എന്നും നായകന്റെ പേര് ഗോങ്യോങ് എന്നാണ് കേട്ടോ. ഇവൻ വന്ന് നേരെ അങ്ങ് സെന്ററിൽ ഇരിക്കുന്നതും ഇത് തന്റെ സീറ്റല്ല, കമാൻഡറിന്റെ സീറ്റാ. അല്ല, 70 ബില്യൺ കൊടുത്തിട്ടാണല്ലോ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരുന്നത്. അപ്പൊ പിന്നെ അത്രയും വില കൂടിയ സീറ്റിൽ അങ്ങ് ഇരുന്നാൽ പോരെയെന്ന് ഇവിടെ പറയുന്ന ടൈമിൽ നിങ്ങൾ ഭയങ്കര ഫണ്ണിയാണല്ലോ എന്ന് പറഞ്ഞ് ഇവൻ ആ സീറ്റിൽ നിന്ന് മാറിയിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇവനോട് ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറയുമ്പോൾ എനിക്കിതിന് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവൻ സീറ്റ് ബെൽറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് അവിടെ സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ആ ടൈമിലാണ് അങ്ങോട്ട് കമാൻഡർ വരുന്നത് കേട്ടോ. സാൻഡി എന്നായിരിക്കും ആളുടെ പേര്. ആളൊരു ഇംഗ്ലീഷുകാരനാണ്. ഈ സാൻഡിയുടെ രാജ്യത്തുള്ള ആളുകളും കൊറിയത്തെ ആളുകളും അവരുടെ ആ ഒരു ഓഫീസിൽ ഇരുന്നിട്ട് ഇതിനെ മൊത്തം വാച്ച് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നൊക്കെയുണ്ട്. ഇവനാണെങ്കിലോ സാൻഡിയോട്, അല്ല ഞാനിങ്ങനെ ഇറങ്ങുന്ന ടൈമിൽ ഈ ആന്റിനെ ഉണ്ടല്ലോ അതിൽ തട്ടിയൊന്ന് തോന്നുന്നു, ഒന്ന് ശരിയാണെന്ന് നോക്കുമെന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് പറയുന്ന ഈ കമാൻഡറോട്, അല്ല അത് ശരിയായില്ല എന്നുണ്ടെങ്കിൽ കണക്ഷൻ കിട്ടിയില്ലല്ലോ ഭൂമിയിലേക്ക്, അപ്പോൾ ഭയങ്കര പ്രശ്നമാവില്ല എന്നൊക്കെ പറയുമ്പോൾ സാൻഡി ആണെങ്കിൽ താനൊന്ന് റിലാക്സ് ആവുക, ഞാൻ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടെന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഈവും പറയുന്നുണ്ട് അദ്ദേഹം താഴത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ എല്ലാം ശരിയാക്കിയിട്ടാണ് ഇറങ്ങുന്നതെന്ന്. നെക്സ്റ്റ് സീനിൽ എംസെഡ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിനെയാണ് കാണിക്കുന്നത്. എംസെഡിലെ ചെയർമാൻ വരുന്ന ടൈമിൽ അദ്ദേഹത്തിന്റെ മകൾ അങ്ങോട്ട് വരുന്നുണ്ട്. ഇവളുടെ പേര് ഗോവൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം ആണെങ്കിൽ, അല്ല എൻ്റെ മരുമകൾ എവിടെ പോയോ എന്ന് ചോദിക്കുമ്പോൾ ആൾ ഓൾറെഡി ഇവിടെ നിന്ന് ഇറങ്ങി, മരുമകനെ പറ്റി ഒന്ന് അറിയേണ്ടിയെന്ന് ചോദിക്കുന്ന മകളോട് അതിനവൻ എൻ്റെ മരുമകനായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ആൾ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ ഇവള് തൊട്ട് പിന്നാലെ പോയിട്ട് ആ കാറിൽ കയറുന്നുണ്ട്. ഇവര് സ്പേസ് സ്റ്റേഷനിലേക്ക് പോകുന്നതായിരിക്കും ന്യൂസിൽ മൊത്തം. അതായത് 70 ബില്യൺ കൊടുത്തിട്ടാണ് എംസെഡ് ഗ്രൂപ്പ് ഗോങ്യോങ്ങിനെ സ്പേസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പം അദ്ദേഹം പോകുന്നത് ഇവിടെ സോൾവ് ചെയ്യാൻ പറ്റാത്ത മനുഷ്യന്മാരുടെ ഡിമെൻഷ്യ, അതുപോലെ വന്ധ്യത, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സീറോ ഗ്രാവിറ്റിയിൽ അവിടെ കുറച്ച് ടെസ്റ്റുകൾ നടത്താനാണ്. ഇവിടുന്ന് കുറച്ച് സ്പേംസ് ആൾ കൊണ്ടുപോകുന്നുണ്ട്, അതിലും പരീക്ഷണം നടത്തുമെന്നൊക്കെ ന്യൂസിൽ കാണുന്നതും ഇതൊക്കെ കാണുന്ന ചെയർമാൻ ആണെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്യുന്നു പറയുന്നുണ്ട്. ഗോവനാണെങ്കിലും അച്ഛൻ എന്താ ഈ പറയുന്നത്, അച്ഛന് വേണ്ടിയിട്ടല്ലേ അവൻ ഇങ്ങനെ പോകാമെന്ന് തീരുമാനിച്ചത്, ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ ഇനി അവൻ എന്തു പറ്റുമെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല, ആള് തിരിച്ചു വരുന്നത് വരെ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്ന മകളോട്, ഈ ആസ്ട്രോണൻസ് ഇടയ്ക്കിടയ്ക്ക് സ്പേസ് സ്റ്റേഷനിലേക്ക് പോകാറുള്ളതാണ്, അവിടെ ഓൾറെഡി കുറച്ച് ആളുകളുണ്ട്, ഇങ്ങനെ ടെൻഷൻ ഒന്നും അടിക്കേണ്ടെന്ന് പറയുമ്പോൾ മകളാണെങ്കിൽ അവർ ആസ്ട്രോണൻസ് ആണ്, അവർക്ക് അതിനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ ഗോങ്യോ അങ്ങനെയല്ലല്ലോ, അവനൊരു ടൂറിസ്റ്റ് ആണ്. അത് മാത്രമല്ല ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ അച്ഛൻ അവനോട് പറഞ്ഞിരുന്നല്ലേ ഈ ഒരു മിഷൻ സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെയായിട്ട് ബ്രേക്കപ്പ് ചെയ്യണം, അതുപോലെ ജോലി ഉപേക്ഷിക്കണം എന്നൊക്കെ. അതൊക്കെ വളരെ മോശമായി പോയി എന്ന് പറയുന്ന മകളോട് അച്ഛൻ പറയുന്നത്, ഞാൻ അവനോട് ഒരൊറ്റ കാര്യമല്ലേ ആവശ്യപ്പെട്ടുള്ളൂ, അതവന് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ്. അങ്ങനെ ഇവർ നേരെ പോകുന്നത് ഒരു മെമ്മോറിയൽ പരിപാടിക്കായിരിക്കും. അത് വേറെ ആരുടെയല്ല, ചെയർമാന്റെ മകന്റെ, അതായത് ഗോയുടെ ബ്രദർ ഉണ്ടായിരിക്കും ദോവിന്. ആള് ഇതുപോലെ വർക്ക് സ്പേസിൽ വെച്ചിട്ട് ജോലിക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതിന്റെ ഇടയിലാണ് ആള് മരിക്കുന്നത്. ആളിന്റെ ഒരു മെമ്മോറിയൽ ചടങ്ങാണ് അവിടെ നടക്കുന്നത്. കൂടെ മരുമകൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ മരുമകളാണെങ്കിൽ ഹസ്ബൻഡിന്റെ സ്പേംസ് സേഫ് ആയിട്ട് സ്പേസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, അച്ഛനോടാണ് ശരിക്കും നന്ദി പറയേണ്ടതെന്ന് പറയുന്ന ഈ മരുമകളോട്. ഇത് കേൾക്കുമ്പോൾ ദോവൻ ഒരുപാട് ഹാപ്പി ആകുന്നാണ് അച്ഛൻ പറയുന്നത്. കൺട്രോളിംഗ് റൂമിൽ ഇരിക്കുന്ന ആളുകളൊക്കെ വെതർ ചെക്ക് ചെയ്യുന്ന ടൈമിൽ നന്നായിട്ട് മൂടിക്കിട്ടുണ്ടല്ലോ മേഘങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഈവാണെങ്കിൽ അവര് ഞങ്ങൾക്ക് നല്ലൊരു സെന്റ് ഓഫ് തരികയായിരിക്കും എന്ന് പറയുന്നതും, ഒരു ബാറിലിരുന്ന് കുറച്ച് ലേഡികൾ അവനും ഓക്കെ ആയിരിക്കൂലേ, ഗോങ്യോങ്ങിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ അങ്ങോട്ട് കസ്റ്റമേഴ്സ് വരുമ്പോൾ ഇന്ന് കച്ചവടമൊന്നുമില്ല, ഓഫ് ആണെന്ന് പറയുന്ന കുറച്ച് ലേഡീസിനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ ഈ സ്പേസ് കൺട്രോളിൽ നിന്നും ഇവര് ഗോങ്യോങ്ങിനോട് ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും മ്യൂസിക് പ്ലേ ചെയ്യണോ എന്ന്. അപ്പൊ ഇവനൊന്നും മനസ്സിലാകുന്നില്ല. ഈവാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ടെൻഷനിലാണല്ലോ, അപ്പൊ ഇത് ഈ ലോഞ്ചിങ്ങിന് മുന്നേ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആക്ച്വലി ഇവൻ ഭയങ്കര ടെൻഷനിലായിരിക്കും. അങ്ങനെ ലോഞ്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവനാണെങ്കിൽ നന്നായിട്ട് കരയുന്നതുമാണ് കാണിക്കുന്നത്. അങ്ങനെ ലോഞ്ചിങ് സക്സസ് ആകുന്നുണ്ട്. ഇത് അത്രയും ഹൈറ്റിലൂടെ പോകുന്നതും ഈ ഒരു റോക്കറ്റിൽ നിന്നും ഈ ലൈറ്റൊക്കെ സ്ട്രൈക്ക് ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നുണ്ട്. അതായത് ആകാശത്ത് അത് വ്യക്തമായിട്ട് കാണാം. ഈവാണെങ്കിലോ ഗോങ്യോങ്ങിനോട് താൻ ഓക്കെ
ഓക്കെ ഇതേ നോക്കിയേ ഈ ഭൂമി നമുക്ക് ഒരു ഹായ് തരുന്നുണ്ടെന്ന് പറയുന്നതും ഇവനാണെങ്കിൽ പതുക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നല്ലൊരു സീനൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. ചെയർമാൻ ആണെങ്കിൽ ഈ ഒരു റോക്കറ്റ് പോകുന്നത് കണ്ടിട്ട് മകളോട് നീ എന്തായാലും പോവാഞ്ഞത് നന്നായി മോളെ എന്നോട് പറയുന്നുണ്ട്. അങ്ങനെ ഈ പോകുന്ന റോക്കറ്റിന്റെ ഓരോ ഘട്ടത്തിലെത്തുമ്പോഴും ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് ആകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സെപ്പറേഷൻ ഒക്കെ സക്സസ് ആയി എന്ന് പറയുന്നതും ഗ്രാവിറ്റി സീറോ ആവുന്നുണ്ട്. ആണെങ്കിൽ മാസ്ക് ഒക്കെ ഊരുന്ന ടൈമിൽ ഓൾറെഡി അതിൽ ഓക്സിജന്റെ സംഭവമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കും. എന്താ താൻ മാസ്ക് ഊരുന്നില്ലേന്ന് ഇവള് ഗോങ്യോങ്ങിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിലും അല്ല എനിക്ക് ചെറുതായിട്ടൊരു പേടി എന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാ, വലിയ ബില്യണയർ ഒക്കെ അല്ലേ, ഒരുപാട് പൈസ അവിടെ ബാക്കി വെച്ചിട്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അപ്പൊ ടെൻഷൻ ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ അതെ ഈ ബില്യണയർ എന്ന് ഇടയ്ക്കിടയ്ക്കൊന്നും പറയാതിരിക്കും, വല്ലാതെ കുത്തുന്ന പോലെയെന്ന് ഇവൻ തിരിച്ചു പറയുന്നുണ്ട്. ഇവൻ നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഗണ്ണ് ഇങ്ങനെ പാറി നടക്കുന്നതാണ് കാണുന്നത്. അതായത് ഗ്രാവിറ്റി സീറോ ആയല്ലോ. അല്ല ഇതെന്താ ഗണ്ണെന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന് ഈവ അവിടെ പറയുന്നുണ്ട്. ഇവളാണെങ്കിലോ താനിങ്ങനെ പേടിക്കൊന്നും വേണ്ട, ആ ഭൂമിയിലേക്കൊന്ന് നോക്കി എന്ത് ഭംഗിയാ കാണാമെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇതിങ്ങനെ നോക്കുന്ന ടൈമിൽ ഇവനാകെ വൊമിറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. ഇത് കാണുന്ന ഈവും സാൻഡി ആണെങ്കിൽ അയ്യോ വൊമിറ്റ് ചെയ്യലേ, വൊമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള മെഷീൻസ് ഒക്കെ കംപ്ലൈന്റ് ആകുന്നു പറയുന്നതും ഇവൻ പുറത്തേക്ക് നോക്കുന്ന ടൈമിൽ ഒരു ഡെഡ് ബോഡി അതും ഈ സ്പേസ് സ്യൂട്ട് ഒക്കെ ഇട്ടിട്ട് പാറി നടക്കുന്നതാണ് കാണുന്നത്. ഇവനാണെങ്കിലോ ഞാൻ ഇവിടെ വെച്ച് മരിക്കേണ്ടി വരൂ, അങ്ങനെയാണെങ്കിൽ എന്റെ ഡെഡ് ബോഡി തിരിച്ച് നാട്ടിലെത്തിക്കൂ, എനിക്ക് നന്നായിട്ട് പേടിയാകുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങ് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. കുറെ ബബിൾസ് ഇങ്ങനെ പാറി നടക്കുന്നതും ഇവനാണെങ്കിൽ അല്ല ഈ മരിക്കുന്നതിന് മുന്നേ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നമ്മുടെ മനസ്സിൽ വരുന്നു പറയാറുണ്ട്. ശരിക്കും അത് ശരിയെന്ന് പറഞ്ഞ് ഇവന്റെ ആ ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ട്. ആളുകൾ പറയാറുണ്ട് ഈ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്ന ടൈമിലാണ് ഒരു കുട്ടി ജനിക്കുന്നത്, അതായത് ഒരു കുട്ടി ലോകം കാണുന്നതെന്ന്. പക്ഷെ അത് ശരിയല്ല. എൻ്റെ അമ്മയുടെ വയറ്റിൽ 9 മാസമുള്ളപ്പോഴും എനിക്ക് എല്ലാ കാര്യങ്ങളും കാണായിരുന്നു. അമ്മയുടെ യൂട്രസ് ശരിക്കും ഒരു ആൽക്കഹോൾ ബോട്ടിൽ പോലെയായിരുന്നു. പുറത്തു വന്ന ടൈമിൽ എനിക്ക് ഒരുപാട് തണുപ്പൊക്കെ തോന്നിയെന്ന് പറയുന്നതും ഇവന്റെ അമ്മേനെയും 3 ആന്റിമാരെയും കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ 3 സ്ത്രീകളെ കാണിച്ചിരുന്നല്ലോ, അത് ഇവന്റെ ആന്റിമാരാണ്. ജനിച്ചു കഴിഞ്ഞ് കുറച്ചായപ്പോഴേക്കും എൻ്റെ അമ്മ മരിച്ചു. പക്ഷെ എൻ്റെ ആന്റിമാര് അവർ ശരിക്കും എനിക്ക് അമ്മയുടെ പോലെയായിരുന്നു, എന്നെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട്. എന്നെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബാറിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നൊക്കെ പറയുന്നതും ഈ 3 ആന്റിമാരും ബാറിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ഇവന്റെ അമ്മയും ഇതുപോലെ ബാറിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും യൂട്രസ് ഒരു ആൽക്കഹോൾ ബോട്ടിൽ പോലെയായിരുന്നു എന്ന് കളിയാക്കിയിട്ട് ഇവൻ പറയുന്നത്. ആന്റിമാരാണെങ്കിലും ഈ ബാറിലേക്ക് വരുന്ന ആളുകളുടെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്, അവർക്ക് നന്നായി സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു ആന്റി ഒരാളുടെ കാലിൽ അറിയാതെ ചവിട്ടുന്നതും ഇവർ തമ്മിൽ ഒന്നും തള്ളൊക്കെ ആകുന്നുണ്ട്. ഇവനാണെങ്കിലും ഇങ്ങനെ ഇരുന്ന് പഠിക്കുന്ന ടൈമിലാണ് ആന്റിമാര് തിരിച്ചു വരുന്നതും എനിക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കണം, പൈസ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇന്നത്തെ ആളുകൾ പൈസ തന്നില്ല, വലിയ പ്രശ്നമായി എന്ന് പറയുന്നതും അത് കൊള്ളാം, എൻ്റെ അമ്മമാര് ഇത്രയും നേരം വർക്ക് ചെയ്തിട്ടും ആരാ പൈസ തരാനെന്ന് ചോദിച്ച് ഇവനാണെങ്കിൽ ഇവരുടെ പിന്നാലെ പോകുന്നതും നന്നായി തല്ലുകൊടുത്ത് പൈസ പിടിച്ചു വാങ്ങുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇവന്റെ ക്യാരക്ടർ മനസ്സിലായല്ലോ. പക്ഷെ ആള് പഠിക്കാൻ നല്ല പുലിയാണ്. കൊറിയയിലെ മെഡിക്കൽ എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിയിട്ടാണ് ആളൊരു ഡോക്ടർ ആകുന്നത്, അതും ഗൈനക്കോളജി ഡോക്ടറാണ്. അങ്ങനെ ഇവനൊരു ലേഡിയുടെ പ്രസവം എടുക്കുന്ന ടൈമിൽ ജനിക്കുന്ന കുട്ടിക്ക് അനക്കൊന്നും ഉണ്ടായിരിക്കില്ല. ഈ അമ്മ കരയുന്ന ടൈമിലാണെങ്കിൽ ഇവനാണെങ്കിലും CPR കൊടുക്കുന്നതും ഈ കുട്ടിക്ക് ബോധം വരുന്നുണ്ട്. ഇത് കാണുന്ന അമ്മയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട്. ഇവനാണെങ്കിലോ കൺഗ്രാറ്റുലേഷൻസ് നിങ്ങളൊരു അമ്മയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നതും പിന്നീട് ഒരുപാട് പ്രഗ്നൻസി കേസുകൾ ഇവൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ഇവൻ ട്രെയിനിൽ പോകുന്ന ടൈമിൽ ഒരു ലേഡിക്ക് എമർജൻസി ആയിട്ട് ഈ ഒരു പ്രഗ്നൻസി കേസ് വരുമ്പോൾ ഇവൻ കുട്ടീനെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാവരും ഇത് കണ്ടിട്ട് ക്ലാപ്പ് ചെയ്യുന്ന ടൈമിൽ ഇവനാണെങ്കിൽ അങ്ങ് ഹാപ്പി ആവുകയാണ്. ഞാനൊരു ദൈവമല്ല, പക്ഷെ ഇങ്ങനെ ഓരോ ജീവനും ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന ടൈമിൽ എനിക്കെന്തോ വല്ലാത്ത സന്തോഷാണെന്ന് പറയുന്നതും ഇവൻ പൂളിലേക്ക് സ്വിം ചെയ്യാൻ വരുന്ന ടൈമിൽ അവിടെയും ഇതുപോലൊരു എമർജൻസി കേസ് വരുന്നുണ്ട്. അപ്പൊ ഇവൻ ആലോചിക്കുന്നത് ഈ ഒളിമ്പിക്സിലൊക്കെ പങ്കെടുക്കില്ലേ അതുപോലെയാണ് കേട്ടോ. അതായത് ചാടിയിട്ട് നീന്തി ലേഡിയുടെ അടുത്തേക്ക് പോകുന്നു, പ്രഗ്നൻസി അങ്ങ് എടുക്കുന്നു, ഇവനങ്ങ് സന്തോഷാവുകയാണ്. ഒരുപാട് പ്രഗ്നൻസീസ് എടുത്തിട്ടുണ്ടെങ്കിലും ഓരോ പ്രാവശ്യവും ഇത് ചെയ്യുന്ന ടൈമിൽ എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടും, എനിക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. അങ്ങനെയാണ് ഞാൻ യോബി ഗൈനക്കോളജിസ്റ്റ് ഭാഗത്തിലേക്ക് മാറുന്നതെന്ന് പറയുന്നതും പിന്നീട് ഇവൻ IVF ഉണ്ടല്ലോ ആ ഒരു കാര്യത്തിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നേരത്തെ കാണിച്ച ചെയർമാന്റെ മകനുണ്ടല്ലോ, അതായത് ഗോവന്റെ ബ്രദർ ദോവൻ മരിച്ച ആളും ആളുടെ വൈഫും കൂടിയിട്ട് അങ്ങനെയാണ് നമ്മുടെ നായകന്റെ അടുത്ത് എത്തുന്നത്. ഒരുപാട് കാലമായിട്ട് കുട്ടി ഉണ്ടാകാതെ IVF ചെയ്യാനാണ് ഇവർ എത്തുന്നത്. അപ്പൊ ഇവനാണെങ്കിലോ ഈ ആളുടെ സ്പേമില് എന്തൊക്കെയോ ഡിഫക്റ്റ് ഉണ്ട്, അപ്പൊ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നതും ഈ ദോവനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. ചെയർമാനായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ടാകുന്നത് ഇങ്ങനെ മകനും മരുമോളും വഴിയല്ല, പകരം നേരിട്ട് മകൾ വഴിയാണെന്ന് ഇവൻ പറയുന്നതും നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇവൻ പോകുന്ന ടൈമിലാണ് ഗോവുന ഇവന്റെ വണ്ടിയുടെ ബാക്കിൽ വന്ന് ഇടിക്കുന്നതും അങ്ങനെ ഒരു ചെറിയ ക്രാഷ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിലും ഇവളോട് കാറിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞ് ഈ പൈസയൊക്കെ ചോദിക്കുന്ന ടൈമിലാണ് ഇവളുടെ കാലിലൂടെ ബ്ലഡ് പോകുന്നത് കാണുന്നത്. ഇവനാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇവൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. ആ ടൈമിലാണ് ഇവൾ പ്രഗ്നന്റ് ആയിരുന്നു എന്ന് ഇവൾ തന്നെ മനസ്സിലാക്കുന്നത് കേട്ടോ. അതും ഈ ഫെലോപ്പിയൻ ട്യൂബിലായിരിക്കും പ്രഗ്നൻസി, അതുകൊണ്ട് തന്നെ അത് സക്സസ് ആവത്തില്ലല്ലോ, സർജറി ചെയ്ത് കളയാന്നൊക്കെ പറയുന്നതും ഇവളാകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, ഇതിനെപ്പറ്റി ഞാൻ അറിഞ്ഞിരുന്നില്ല, ആണുങ്ങൾ
ഞങ്ങളെ ഒരാളിനെയും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നതും, അതായത് ഇവളുടെ ബോയ് ഫ്രണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു മോശം അനുഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുന്ന ഗോങ്യോങ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ നിങ്ങളുടെ ഡോക്ടറല്ലേ, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയുന്നതും ഇതൊരു സീക്രട്ട് ആയിട്ട് വെക്കണമെന്ന് ഇവൾ അവിടെ പറയുന്നുണ്ട്. എനിക്ക് എല്ലാ പേഷ്യൻസിൻ്റെ കാര്യം സീക്രട്ടാണ്, ഞാനത് ആരോടും ഷെയർ ചെയ്യാറില്ല, അതുപോലെ തന്നെയായിരിക്കും നിങ്ങളുടെ കേസ് എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സമാധാനിപ്പിക്കുന്നതും, ഇവളാണെങ്കിൽ ഒരു അനസ്തേഷ്യ പോലും വേണ്ട എന്നാണ് പറയുന്നത്. അതായത് ആ കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സങ്കടവും കുറ്റബോധവും ഒക്കെ ആയിരിക്കാം അവളെ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിച്ചതെന്ന് ഇവൻ പറയുന്നുണ്ട്. പിന്നീട് ഇവൻ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഈ ചെയർമാൻ്റെ ആളുകൾ വന്നിട്ട് ഇവനെ ബലമായിട്ട് ആളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഫ്രണ്ട് സീറ്റിലിരിക്കുന്ന ഒരാളാണെങ്കിൽ ചെയർമാൻ അറിയാതെ ഇത് ഗോവിന് ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെയർമാൻ സംസാരിക്കുന്നത്, താൻ എൻ്റെ മകളുടെ ജീനിനെ നശിപ്പിച്ചു, ഞങ്ങളുടെ ഒരു പരമ്പരയാണ് നശിപ്പിച്ചതെന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങളുടെ മകളുടെ കേസ് അത്രയും ഡേഞ്ചറസ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോൾ ഇതൊന്നും ചെയർമാൻ കേൾക്കുന്നില്ല. ആളാണെങ്കിൽ ഇവനെ ബലമായിട്ട് ഒരു കടലിൻ്റെ ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവനെ അങ്ങ് മുക്കി കൊന്നേക്കെന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ, സാറേ ഞാനൊരു ഡോക്ടറാണ്, ഇതുപോലത്തെ ഒരു കേസായിട്ട് നിങ്ങളുടെ മകൾ ഇനിയും വന്നാൽ എനിക്ക് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ചെയർമാൻ ആണെങ്കിൽ അങ്ങനെയാണല്ലേ, എന്നാൽ നീ ഇനി മുതൽ പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഇവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നുണ്ടെന്ന് മാത്രമല്ല, ചെയർമാന്റെ സ്വാധീനം മൂലം ഇവന് മറ്റൊരിടത്തും ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവൻ ആകെ ഡിപ്രഷനിലിരിക്കുന്ന ടൈമിലാണ് ഗോന ഇവനെ കാണാൻ വരുന്നതും, ഒരു ഡോക്ടർ ഇതിന് മാത്രം കുടിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് തന്നെ കാണാനേ താല്പര്യമില്ല, നമുക്ക് തമ്മിൽ അറിയത്തൊന്നുമില്ലല്ലോ, സ്ട്രേഞ്ചേഴ്സിന്റെ പോലെ ഇരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ, എന്നാലും തനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമല്ലേ, അതുകൊണ്ട് എനിക്ക് നല്ല വിഷമമുണ്ടെന്നൊക്കെ പറയുന്നതും, നിന്നോടും നിന്റെ അച്ഛനോടും എങ്ങനെ എനിക്ക് ഈ ദേഷ്യം തീർക്കേണ്ടതെന്ന് അറിയില്ല, എനിക്ക് ശരിക്കും പ്രതികാരമൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടെന്ന് പറയുന്ന ഗോങ്യോങ്ങിനെ ഇവളാണെങ്കിൽ ബലമായി പിടിച്ച് കിസ് ചെയ്യുന്നുണ്ട്. ഇവനാണെങ്കിൽ ആകെ ഷോക്ക് ആകുന്നതും, ഇങ്ങനെ റിവെഞ്ച് ചെയ്താൽ മതിയോ എന്നാണ് ഇവൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവനാണെങ്കിലും, എന്തൊക്കെ ഈ ചെയ്യുന്നേ, എനിക്ക് തീരെ താല്പര്യമില്ല, എനിക്ക് ഈ പ്രണയമൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് ഇവൻ ആകെ വെപ്രാളപ്പെട്ടു പോകുന്നതും, പിന്നീട് ഇവൻ ഡ്രിങ്ക്സ് അടിക്കുന്ന ടൈമിൽ അവിടെ ഇവള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ച് ഇവളുടെ തോളിൽ ചായുന്ന ടൈമിൽ ഇങ്ങനെ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ ദേഹത്ത് വീഴുന്നത് നല്ലതല്ല എന്ന് പറയുന്ന ഗോനയോട്, അതിന് താൻ കണ്ണി കണ്ട പെണ്ണൊന്നും അല്ലല്ലോ എന്ന് ഇവൻ അവിടെ പറയുന്നതും ഇവർ തമ്മിൽ ഇങ്ങനെ ക്ലോസ് ആകുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഇന്റിമസി സീനാണ് കേട്ടോ കാണിക്കുന്നത്. ഇവളാണെങ്കിലോ ഐ ലവ് യു എന്ന് പറയുന്ന ടൈമിലാണ്, അല്ല ഇത് ശരിക്കും പ്രണയാണോ അതോ റിവെഞ്ച് ആണോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് ഇവനാകെ കൺഫ്യൂഷനിലായിരിക്കും. ഇവളാണെങ്കിലോ പെട്ടെന്ന് തന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആ ചോദ്യം പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. അല്ല എന്തുകൊണ്ട് കല്യാണം കഴിച്ചുകൂടാ, ഇവൾ അത്യാവശ്യം നല്ല സ്വഭാവമുള്ള കുട്ടിയാണ്, നല്ല വെൽത്തി ഫാമിലിയിൽ നിന്നാണ്, അതുകൊണ്ട് എനിക്കിതൊക്കെ അധികമാണ്, അല്ലെങ്കിൽ തന്നെ പ്രണയം തോന്നിയിട്ട് മാരേജ് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ, ഇതിന് ശേഷം പ്രണയം തോന്നാലോ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഒരു കൺഫ്യൂഷനിലൊക്കെയാണ് ഇവളോട് ഓക്കെ പറയുന്നത്. അങ്ങനെ ഇവരുടെ ഡേറ്റിങ് ന്യൂസിലൊക്കെ വരുന്നുണ്ട്. ഇത് ചെയർമാൻ അത്ര അങ്ങ് ഇഷ്ടമാകുന്നില്ല, അതാണ് ആൾക്ക് ഇവനോട് ഇത്തിരി ദേഷ്യം. പിന്നെ ഇവൻ ഇപ്പോൾ സ്പേസിലേക്ക് പോകുന്നത് ചെയർമാന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു, അതെന്താണെന്ന് ക്ലാരിറ്റി വന്നിട്ടില്ല.